ഇന്ത്യക്കാർക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് വിഭവങ്ങളാണ് സമൂസയും ജിലേബിയും. എണ്ണയിൽ കുളിച്ചാണ് ജിലേബിയും സമൂസയും വരുന്നതെങ്കിൽ അമിതമായ മധുരം കൂടി ചേരുന്നതാണ് ജിലേബി. രാജ്യത്ത് പൊണ്ണത്തടിയും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജിലേബിക്കും സമൂസയ്ക്കുമെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന നിർദ്ദേശം നൽകണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. സിഗരറ്റ് കവറിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലേ? അതുപോലെ തന്നെ സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ആദ്യം കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ, സ്ഥാപനങ്ങൾ, വകുപ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, എയിംസ് എന്നിവയുടെ ക്യാൻറ്റീനുകൾ, കഫറ്റേരിയകൾ എന്നിവയുടെ മുമ്പിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. എണ്ണയും മധുരവുമുള്ള ഭക്ഷണങ്ങൾക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ലഘുഭക്ഷണങ്ങളിൽ എത്രത്തോളം കൊഴുപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ ഓയിലി ആൻഡ് ഷുഗർ മുന്നറിയിപ്പ് ബോർഡിൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സിഗരറ്റ് കവറിലേതുപോലെ മുന്നറിയിപ്പ് നൽകാനാണ് നിർദ്ദേശം. ഇത്തരത്തിൽ കൂടുതൽ എണ്ണയും മധുരവും കഴിക്കുമ്പോൾ ആരോഗ്യത്തിനുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് ബോർഡിൽ ഉണ്ടാകണം. അതേസമയം ഇത് നിരോധനമല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജിലേബി, സമൂസ എന്നീ ലഘുഭക്ഷണങ്ങൾക്ക് പുറമെ ലഡു, വടാപാവ് എന്നിവയും കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ്. നേരത്തെ CBSE ഇത്തരം ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് CBSEയുടെ കീഴിലുള്ള സ്കൂളുകളിൽ ഒരു ഷുഗർ ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരുന്നു. അതായത് ക്യാൻറ്റീനുകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം പഞ്ചസാരയുടെയും എണ്ണയുടെയും അളവ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഷുഗർ ബോർഡ്. ഇതിന് പിന്നാലെയാണ് കേന്ദ്രവും ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ജനങ്ങളിൽ അമിതവണ്ണവും ടൈപ്പ് 2 ഡയബറ്റീസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പഞ്ചസാരയും കൊഴുപ്പും അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവർക്ക് പ്രധാന കാരണക്കാരനാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും 449 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് അമിതഭാരവും പൊണ്ണത്തടി ഉള്ളവരാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ പോയാൽ പൊണ്ണത്തടി ഉള്ളവരുടെ ലോകത്തെ രണ്ടാമത്തെ കേന്ദ്രമായി ഇന്ത്യ മാറും. ഇത് നിരോധനമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പരമ്പരാഗത ലഘുഭക്ഷണങ്ങൾ നിരോധിക്കരുതെന്നും ശരിയായ വിവരങ്ങൾ പൊതുജനങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ നിർദ്ദേശം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കാനും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്കും ഭക്ഷണ തിരഞ്ഞെടുപ്പുകളിലേക്ക് മാറാനും ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമാണ് ഈ നിർദ്ദേശം.